ഗുഡ് മോർണിംഗ്. ഇന്നൊരു നോ യൂണിവേഴ്സിറ്റി നോ വർക്ക് ഡേ ആണ്. അതുകൊണ്ട് തന്നെ വിചാരിച്ചു ഫ്രീ അല്ലേ, എന്തായാലും ഒരു വൺ ഡേ ട്രിപ്പ് എന്തായാലും പോയിട്ട് വരാം. ഒരു വൺ ഡേ ട്രിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നു ഒരു ഫേമസ് സ്ഥലത്ത്. മറ്റേ കണ്ടല്ലോ, നല്ല മഴ കറുത്ത് കിടക്കുവാണ്. ആക്ച്വലി ഇത് മഴ കറുത്തതെന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു ഓട്ടം സീസണിൻ്റെ ഫൈനലാണ്. മരങ്ങളൊക്കെ ഇല കൊഴിഞ്ഞ് വിൻ്ററിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പീക്ക് ടൈമാണ്. നല്ല തണുപ്പുമുണ്ട്. രാവിലെ പോകുന്നതിന് മുന്നേ ഒന്നുകൂടെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്തു, പോണോ വേണ്ടയോ, ഇനി അഥവാ മഴയെങ്ങാനും പെയ്താലോ. പിന്നെ വിചാരിച്ചു എന്തേലും ആവട്ടെ, ഇറങ്ങിയതല്ലേ, ഒന്ന് പോയിട്ട് വരാം. ക്രോമർ എന്ന് പറയുന്ന ഒരു ഫേമസ് പ്ലേസിലാണ് ഇപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. യെസ്, ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ബീച്ച്. ബീച്ച് എന്നല്ല കേട്ടോ പറഞ്ഞേ, ബീച്ച് എന്നാണ്. ഇപ്പോൾ ക്രോമർ ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരുപാട് നാളായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലം കൂടെയാണ് ക്രോമർ ബീച്ച്. എനിവേ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ജേർണി. ഞാൻ പണ്ട് പറയുമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലൈമറ്റ് വിൻ്ററാണെന്ന്. പണ്ടെന്ന് പറഞ്ഞാൽ UK വരുന്നതിന് തൊട്ട് മുന്നേ വരെ ഞാൻ പറയുമായിരുന്നു ഞാൻ അവിടെ ചെന്നിട്ട് വിൻ്റർ അടിച്ചു പൊളിക്കാൻ പോവുകയാണെന്ന്. ഞാനിപ്പോൾ അത് പറഞ്ഞതിൽ ഖേദിക്കുന്നു ഗൈസ്. ഓട്ടം സീസൺ എൻഡ് ചെയ്യാറായപ്പോഴേ എൻ്റെ പകുതി കിളികളെല്ലാം ഓൾറെഡി പറഞ്ഞിരുന്നു ഇനി വിൻ്റർ സീസൺ വന്നു കഴിഞ്ഞിട്ട് എനിക്കറിയില്ല എനിക്ക് ജാക്കറ്റിൽ നിന്നൊരു മോചനം ഉണ്ടെന്ന്. എനിവേ, ലെറ്റ്സ് സീ. ഇന്നലെ ഇവിടെ ഓൾറെഡി മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ മനസ്സിന് കുളിർമയേകുന്നതാണെങ്കിലും ശരീരത്തിന് ഒരു പരിധിയിൽ കവിഞ്ഞ കുളിരൊന്നും താങ്ങാനാവുന്നില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ബീച്ചിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. വിസിറ്റ് ചെയ്യാൻ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് സമ്മറാണ്. വിൻ്റർ സീസണിൽ പോവുകയാണെങ്കിൽ ജാക്കറ്റ് ഈസ് എ മസ്റ്റ്. ഇതാണ് ഈ ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകത. സഡൻലി ക്ലൈമറ്റ് മാറിക്കൊണ്ടേയിരിക്കും. നല്ല വെയിലാണിപ്പോൾ. സോ ഓൾമോസ്റ്റ് ഇറ്റ്സ് എ ഹാപ്പി വൈബ്. ആഫ്റ്റർ എ ലോങ് ജേർണി വി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്. ക്രോമർ എന്ന് പറയുന്നത് ഒരു ചെറിയ ടൗണാണ്. വിച്ച് മീൻസ് ഇറ്റ്സ് നോട്ട് എ വില്ലേജ്, ബട്ട് ഇറ്റ് ഈസ്. എന്തെന്നാൽ ഒരു വില്ലേജിലെ ഒരു കാംനെസ്, ഒരു നേച്ചർ ബ്യൂട്ടി എല്ലാം ഈ ഒരു ചെറിയ ടൗണിൽ തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇവിടെയുള്ള ആൾക്കാരായാലും ഭയങ്കര വെൽക്കമിങ് ആണ് കമ്പയർഡ് ടു ലണ്ടൻ. ഈ ടൗണിൽ നിന്ന് കുറച്ചൊന്ന് മാറിക്കഴിഞ്ഞാൽ തനി ഒരു വില്ലേജ് തന്നെയാണിത്. ക്രോമർ എന്ന പേരുള്ള ഈ ഒരു പ്ലേസ് ഉണ്ടായിട്ടുള്ളത് ക്രോസ് മിയർ എന്ന വാക്കിൽ നിന്നാണ്. വെച്ചാൽ കാക്കയുടെ തടാകം അല്ലെങ്കിൽ ജലസംഭരണി ഒരു വാട്ടർ ബോഡി. അങ്ങനെ ക്രോസ് മിയർ എന്ന വാക്കിൽ നിന്നാണ് ക്രോമർ എന്ന പേരുള്ള ഈ ഒരു സ്ഥലം ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത വളരെ ക്ലീൻ ആൻഡ് ടൈഡി ആണ്. ആരും തന്നെ ഇവിടെ ഒരു പേപ്പർ കഷ്ണം പോലും ഇടത്തില്ല. ഈ ഒരു ബീച്ച് ഫുൾ ഗ്രീനറീസായിട്ട് കവേർഡാണ്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോ ദൂരെ ഒരു ചെറിയ വൈറ്റ് ഹൗസസ് ആയിട്ട് കാണുന്നത്? ഇപ്പോൾ അവിടേക്കാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ സാന്റോറിനി ഇല്ലേ, അതേ സെയിം പോലെ തന്നെ ഉണ്ടല്ലേ. കണ്ടപ്പോൾ ഇത് കുറച്ച് അടുത്താണെന്ന് തോന്നിയെങ്കിലും ആക്ച്വലി ഇത് അടുത്തല്ല. ഒരുപാട് ദൂരം കറങ്ങിയിട്ട് വേണം അവിടെ എത്തിച്ചേരാൻ. നേരത്തെ ആ കണ്ട ക്യൂട്ടായിട്ടുള്ള വൈറ്റ് ഹൗസസ് ഇല്ലേ, അത് കണ്ടെയ്നേഴ്സാണ്. വിച്ച് മീൻസ് അത് ബ്രിക്സ് കൊണ്ടുണ്ടാക്കിയ വീടല്ല. അത് ഈസി മൂവബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അത് ഷിഫ്റ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ കണ്ടെയ്നേഴ്സ് വീടാക്കി മാറ്റിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ലെസ് ലേബർ കോസ്റ്റാണ്, ഈസി ടു റീലൊക്കേറ്റ്. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈസി ആയിട്ട് മാറ്റി കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻസ് പൂർത്തീകരിക്കാൻ പറ്റും. ഒരു 1 month or 2 month ആണ് ഇവർ സാധാരണ എടുക്കുന്ന കൺസ്ട്രക്ഷൻ ടൈം എന്ന് പറയുന്നത്. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ ഇങ്ങനെയുള്ള വീട് നിർമ്മിക്കാനായിട്ട് പറ്റും. പൊതുവെ ഇവിടുന്ന് ചെയ്യുന്നത് ചൈനയിൽ നിന്ന് ഇവർ കണ്ടെയ്നേഴ്സൊക്കെ ഇമ്പോർട്ട് ചെയ്തെടുക്കും. അതിനുശേഷം ഫേമസ് കമ്പനി ആയിട്ടുള്ള മാക്, പെനാൽ 12 എന്നൊക്കെ പറയുന്ന കുറേ കമ്പനീസ് ഉണ്ട്. അവരിത് ഹോംസ് ആക്കി മാറ്റി വിൽക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു യൂസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ തന്നെ നമുക്ക് ഈ വീട് വയ്ക്കാനായിട്ട് പറ്റും. അഫോർഡബിൾ ആൻഡ് സസ്റ്റൈനബിൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ വേസ്റ്റ് റിഡക്ഷൻ. നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് വേസ്റ്റാണ്. സോ ലൈക്ക് എക്കോ ഫ്രണ്ട്ലി എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഒരു ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 25 to 30 years എന്നാണ്. സ്റ്റീലാണ് മെറ്റീരിയൽ, സോ ഹീറ്റ് ആൻഡ് കോൾഡ് അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. ഗൈസ്, ക്രോമേഴ്സ് ക്രോ. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കാക്കയെ കാണുന്നത്. സോ ലെറ്റ് മീ ബാക്ക് ടു ദി പോയിൻറ്റ്. ഹീറ്റ് അബ്സോർപ്ഷനും കോൾഡ് അബ്സോർപ്ഷനും കൂടുതലാണ്. ചൂടും തണുപ്പും എല്ലാം സ്റ്റീൽ പെട്ടെന്ന് വലിച്ചെടുക്കും. UK-യിലുള്ള വീടുകളൊക്കെ ഏറ്റവും കൂടുതൽ വുഡ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. കാരണം ഇവിടെ തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് അതിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സമ്മർ ഇവിടെ 2 മാസം മാത്രമേ ഉള്ളൂ. സോ എയർ കണ്ടീഷണറും അത്യാവശ്യമാണ് ആ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് ഇവരിത് നിർമ്മിക്കുമ്പോഴും ഹീറ്ററും എയർ കണ്ടീഷണറും ഒക്കെ അറ്റാച്ച് ചെയ്ത് എല്ലാ സൗകര്യത്തോടെയാണ് അവരിത് നിർമ്മിക്കാറുള്ളത്. ഇതാണ് ക്രോമർ ബീച്ച്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇപ്പോൾ ഈ കാണുന്ന വെയിലുണ്ടെങ്കിലും ആക്ച്വലി ഇത് 3 ഡിഗ്രിയാണ്. ജാക്കറ്റ് ഇടാതെ ഒരിക്കലും UK-യിലുള്ള ബീച്ചിൽ വിൻ്റർ സീസണിൽ പോവാനേ പാടില്ല. ഇവിടെ നിന്നപ്പോൾ കണ്ട മറ്റൊരു കാഴ്ചയാണിത്. കണ്ടോ? മരിച്ചുപോയവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറച്ച് ഓർമ്മക്കുറിപ്പുകളും അവർ ഉപയോഗിച്ചിരുന്ന കുറച്ച് സാധനങ്ങളും ബൊക്കേസൊക്കെ ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കാറുണ്ട് ഈ ഒരു ഗേറ്റിൽ. റീസെൻ്റ്ലി വെച്ചതാണ്. കണ്ടില്ലേ, ആ ഒരു ബൊക്കെ ഇപ്പോഴും വാടിയിട്ടില്ല. മരിച്ചുപോയ ആ ഒരു അങ്കിൾ ഉപയോഗിച്ചിരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സിഗരറ്റ്, എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പേരറിയില്ല, അതും അതിൽ കുറച്ച് ചാരവും ഉണ്ട്. ഈ ഒരു ലോക്ക് 2013 ഘടിപ്പിച്ചതാണ്. ആളുകൾ എപ്പോഴും അവരുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ഇറ്റ് ഷുഡ് ബി ഫേവറേറ്റ് പേഴ്സൺ ഓർ ഫേവറേറ്റ് മെമ്മറി, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാത്തു സൂക്ഷിക്കുന്നുണ്ടാവുമല്ലേ. നേച്ചറായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന സ്ഥലത്താവുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഡിവൈൻ. ഇപ്പോൾ ഞാൻ ഈ ഒരു ക്ലിഫിൽ നിന്ന് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോവുകയാണ് ബീച്ചിലേക്ക്. ആ കാണുന്നത് കണ്ടോ? ആ ബ്ലാക്ക് കളറിൽ കാണുന്നത് പെബിൾസ് ആണ് കേട്ടോ. പെബിൾസ് ഇങ്ങനെ കീപ്പ് ചെയ്യുമ്പോഴത്തേക്കും സോയിൽ ഇറോഷൻ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യും. ഈ ഒരു ബീച്ചിൽ ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് പ്രത്യേകതയായിട്ട് തോന്നിയത്, നമ്മുടെ നാട്ടിലെ ബീച്ചിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഷൂസ് ഇട്ട് പോയാലും നമ്മളുടെ കാല് ഇങ്ങനെ താഴ്ന്നു പോവും. പക്ഷേ ഇത് കുറച്ച് പരന്ന ഒരു മണ്ണുണ്ടല്ലോ, എന്താ പറയുക, അങ്ങനെ പൂഴി മണ്ണല്ല ഇത്, നല്ല ഉറപ്പുള്ള ഒരു തരം മണൽ. വിച്ച് മീൻസ് ഷൂസ് ഇട്ട് പോയാലും നമ്മളുടെ കാലൊരിക്കലും താഴ്ന്നു പോവില്ല. ആ കാണുന്നത് ബോട്ടാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഫിഷിങ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അതിൽ ഇവർക്ക് ധാരാളമായി കിട്ടുന്നത് നമ്മുടെ ക്രാബ്സ്, ലോബ്സ്റ്റർ, ആ ഒരു വിഭാഗങ്ങളിൽപ്പെട്ട മത്സ്യജീവികളാണ്. കണ്ടോ, ഇതൊക്കെ ഫിഷിംഗ് ബോട്ട്സ് ആണേ. അതുകൊണ്ട് തന്നെ ക്രോമറിൽ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു സ്പെഷ്യൽ റെസിപ്പി അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഫുഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞണ്ടും ലോബ്സ്റ്ററൊക്കെ കൊണ്ടുണ്ടാക്കിയ ഡിഷൊക്കെ തന്നെയാണ്. മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട്
പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസാണ് ഈ ഒരു ക്രോമർ ബീച്ച്. സമ്മർ ആകുമ്പോൾ സ്വിമ്മിങ്ങും സർഫിങ്ങും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഈ ഒരു പ്ലേസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വിൻ്ററിൽ ഇവിടെ സ്റ്റോം വരാറുണ്ട്. ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, റൈറ്റ് സൈഡിൽ ഒരു പാലം പോലെ കാണാം. അതാണ് ക്രോമർ പയർ. അത് 1901 ക്യൂൻ വിക്ടോറിയയുടെ അണ്ടറിൽ കൺസ്ട്രക്റ്റ് ചെയ്തതാണ്. ഈ ഒരു സ്ട്രോം അടിക്കടി വരുന്നത് കൊണ്ട് തന്നെ അതിനെന്തൊക്കെയോ നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു തിയേറ്ററും ഉണ്ട്. അവിടെ ഇപ്പോൾ ലൈവ് ഷോയും നടക്കുന്നുണ്ട്. ഓൺലൈനിൽ അതിൻ്റെ ടിക്കറ്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. ബീച്ചിൻ്റെ ഒരു വശം മാത്രമാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങോട്ടൊന്നും കയറി അങ്ങ് വിസിറ്റ് ചെയ്യാത്ത. ഈ ഒരു മെഷീനിൽ നിന്നാണ് സെൽഫായിട്ട് പാർക്കിംഗ് റെസിപ്റ്റ് എടുക്കേണ്ടത്. 69 പെൻസ് മുതൽ പാക്കേജ് സ്റ്റാർട്ടാവുന്നുണ്ട്. 69 പെൻസ് അരമണിക്കൂറിനാണ്. 1 മണിക്കൂറിന് £1.80 ചാർജ് ആവുന്നുള്ളൂ. അപ്പോൾ ഇതാ ക്രോമറിൽ നിന്ന് ബൈ ബൈ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു പറ്റം ചെമ്മരിയാടിനെ കണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യവുമില്ലാതെ വണ്ടി സൈഡാക്കി അതിനെ ശല്യം ചെയ്യാൻ പോകുന്നതാണ്. തിരിച്ച് വീടെത്തി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്ത് വൈകുന്നേരം വീടിനടുത്തുള്ള ഒരു പാർക്കിലേക്ക് പോകുന്നതാണ്. ഇവിടെ പ്രത്യേകിച്ച് പാർക്കിംഗ് ചാർജൊന്നുമില്ല, ഫ്രീ ആണ്. ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു പാർക്ക് കൂടെയാണിത്. പാർക്കെന്ന് പറയുമ്പോൾ ഇതൊരു ഫാം പോലെയാണ് കേട്ടോ. മെയിൻലി ഇതൊരു ഹോഴ്സ് പാർക്കാണ്. ഒരു പ്രത്യേകതരം ഇനത്തിൽപ്പെട്ട കുതിരകളെ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതാണ് ബോത്തോപ്പ് സദേൺ പാർക്ക്. ഈ ഒരു പാർക്കിൻ്റെ റൈറ്റ് സൈഡിൽ അപ്പുറത്തെ വശം എന്ന് പറയുന്നത് റിവർ എയർ ആണ്. ഒരു വലിയൊരു റിവർ തന്നെയാണ്. അതിൻ്റെ ചെറിയ വാട്ടർ ബോഡീസാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമ്മറിൽ കുറച്ചുകൂടെ ആൾത്തിരക്കാണ് ഈ ഒരു പാർക്കിൽ. എന്നാലും ഞാനിവിടെ വരുന്ന സമയത്ത് ഒരു 4-5 ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ചുറ്റിക്കറക്കുന്ന അനിമൽസ് ഉണ്ട്, ലൈക്ക് ഹോഴ്സ്, കൗ, ഗോഡ്സ് ഉണ്ട്. അതുപോലെ നമ്മുടെ താറാവുണ്ടല്ലോ, അതിനൊന്നും ഒന്നും ചെയ്യാൻ പാടില്ല. അതും നമ്മളൊന്നും കാര്യമായിട്ട് ചേർക്കുന്നില്ല.
ഇതിവിടെ ഫ്രീ ആയിട്ട് ചുറ്റിക്കറങ്ങുന്ന ഒരു തരം ഹോഴ്സ് ബ്രീഡാണ്. ഇതിനെ ജിപ്സി ഹോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ജിപ്സി കോപ്പ്, ഐറിഷ് കോപ്പ്, ജിപ്സി വാണർ എന്ന പേരിലൊക്കെയാണ് ഈ ഒരു ബ്രീഡ് അറിയപ്പെടുന്നത് കേട്ടോ. മറ്റ് ബ്രീഡുകളെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടെ സ്മോളർ സൈസാണ്, ഷോർട്ടാണ്, ഇതിന് പൊക്കം കുറവാണ്. എന്നിരുന്നാലും ഇത് കുറച്ചുകൂടെ മസ്കുലറാണ്. തുടക്കക്കാരായ റൈഡേഴ്സിന്, ഹോഴ്സ് റൈഡേഴ്സിന് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഒരു അത്ലറ്റിക് ഹോഴ്സാണ് ഇത്. സാധാരണ ഇവിടെ ബിഗിനേഴ്സ് ആയിട്ടുള്ള റൈഡേഴ്സൊക്കെ ഈ ഒരു ഹോഴ്സിലാണ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത്. ഈ കുതിരയ്ക്ക് നല്ലൊരു ഗുഡ് മാനേഴ്സാണുള്ളത്, ഒബീഡിയൻ്റ് ആണ്, അതുപോലെ തന്നെ ഈസി ടു ട്രെയിൻ ആണ്. കാരണം അത് ഭയങ്കര ജെൻറ്റിൽ, പേഷ്യൻറ്റ്, ഹ്യൂമൻസുമായിട്ട് ഒരുപാട് അത് ഇടപഴകാനായിട്ട് ട്രൈ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കുതിരകളാകുമ്പോഴത്തേക്കും ഇതിനെ ട്രെയിൻ ചെയ്യാനും നമുക്ക് വേറൊരു ഹാംനെസ് ഈ ഒരു കുതിരകളെ കൊണ്ടുണ്ടാവത്തില്ല. ഇതിൻ്റെ വേഗത എന്ന് പറയുമ്പോഴത്തേക്കും 40 to 48 km/h ആണ്. ഇതിൻ്റെ ഒരു നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ്, റേറിറ്റി, ഇതൊരു റെയർ ആയിട്ടുള്ള കുതിരയാണല്ലോ. റേറിറ്റിയൊക്കെ കൊണ്ട് തന്നെ നോർത്ത് അമേരിക്കയിൽ ഇത് ഭയങ്കര ഡിമാൻഡ്ഫുള്ളായിട്ടുള്ള ഒരു കുതിര വിഭാഗമാണ്. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് $10,000 ആണ്. 10,000 USD ആണ് ഇതിൻ്റെ കോഴ്സ് നോർത്ത് അമേരിക്കയിൽ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ നല്ല ഡിമാൻഡ്ഫുള്ളായിട്ടുള്ള ഒരു കുതിര വിഭാഗമാണ് ഈ ഒരു ജിപ്സി വാണർ. UK ഇപ്പോഴും ക്യാരവാൻസ്, കാർട്ട്സ്, കാരേജസ് ഒക്കെ പുള്ള് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ കുതിര വണ്ടികളില്ലേ, അതുപോലെ ഓരോ സാധനങ്ങളൊക്കെ പുള്ള് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്.